ഹായ് ഫ്രണ്ട്സ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് മെഡിഫേഷ്യൽ വിത്ത് എൻസൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ആ ട്രീറ്റ്മെന്റിനെ പറ്റി നമുക്ക് കുറച്ചൊന്ന് അറിഞ്ഞാലോ? അതിന് മുന്നേ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്നുള്ളതൊന്ന് നോക്കിയെടുക്കാം. ആദ്യത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. അതായത് നമ്മുടെ സ്കിന്നിന്റെ സ്കിന്നും ഇമ്പ്യൂരിറ്റീസും ഒക്കെ റിമൂവ് ആക്കിയിട്ട് നന്നായിട്ട് സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഹെൽത്തി സ്കിൻ സെൽസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് ഉണ്ട്, അതായത് ആന്റി ഏജിങ്. എല്ലാവർക്കും ഏജിങ് ഒരു പേടിയാലേ. അപ്പൊ നമ്മുടെ ഏജിങ് നന്നായിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മുടെ സ്കിന്നിന്റെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ റെഡ്യൂസ് ചെയ്ത് ഏജിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നുള്ളതാണ് നമ്മുടെ മുഖത്തെ ആക്നെ. ആക്നീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുക. അതായത് നമ്മുടെ എല്ലാ ആക്നീസ് കുറയ്ക്കാനും ഇനി ആക്നീസ് വരാതെ കൺട്രോൾ ചെയ്യാനും വേണ്ടി, അതായത് നമ്മുടെ സ്കിന്നിന്റെ ഓയിൽ ബാലൻസ് ചെയ്ത്, അതായത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതാണ് ആക്നെ കൺട്രോൾ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് റിജുവിനേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അതായത് നമ്മുടെ സ്കിന്ന് യങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ ട്രീറ്റ്മെന്റ്. നന്നായിട്ട് റിജുവിനേഷൻ നടക്കും. പിന്നെ നമ്മുടെ സ്കിൻ ടെക്സ്ചർ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. നമ്മുടെ സ്കിൻ ഒന്നും കൂടി മെച്ചപ്പെട്ട് ഒന്നും കൂടി നന്നാക്കാനൊക്കെ ഈ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് സഹായിക്കും. അതായത് ഈ ട്രീറ്റ്മെന്റ് നമുക്ക് അതിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഈ ട്രീറ്റ്മെന്റിൽ ഒരുപാട് സെറംസ് യൂസ് ചെയ്തിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഈ സെറംസിന്റെ ബെനിഫിറ്റ് എന്താ? നമ്മുടെ സ്കിൻ ലെയറിലേക്ക് നന്നായിട്ട് പെനിട്രേറ്റ് ആവുന്ന ഒരു സാധനമാണ് സെറം. ഈ ട്രീറ്റ്മെന്റിൽ സെറംസ് ഉള്ള കാരണം തന്നെ നമുക്ക് അതിൻ്റെതായ കുറച്ചും കൂടി നല്ല ബെനിഫിറ്റ്സ് കിട്ടുക. ഇപ്പൊ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ആർക്കൊക്കെയാണ് കുറച്ചും കൂടി നല്ലത് നമുക്ക് നോക്കിയാലോ? അതായത് ആക്നെ പ്രോൺ സ്കിന്നുള്ള ആൾക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ സെൻസിറ്റീവ് സ്കിന്ന്, ഓയിലി സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, പിന്നെ ഈ ഫേസിലൊക്കെ പിഗ്മെന്റഡ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ള സ്കിന്നിന് അവർക്കും ചെയ്യുന്നത് വളരെ നല്ലത്. പിന്നെ ക്ലോഗ്ഡ് പോർസ് ഒക്കെ ഉള്ള സ്കിന്നുകൾക്കൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ അടുത്ത വോയിസ് ഓവർ ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.